സംഗതിയൊക്കെ കുഴപ്പമായി. ഒരു പെങ്ങളെ കുറിച്ച് ഒരു ആങ്ങളമാരും ആരും പറയാത്ത വാക്കുകളാണ് പറയുന്നത്. സ്ത്രീകളോട് ഇങ്ങനെ കാണിക്കുന്ന കഷ്ടമാണ്. അവർക്ക് നാളെ ഒരു ഭാവി വേണ്ടേ? അവളെ സംരക്ഷിക്കേണ്ടവൻ തന്നെ അവനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയും അപകീർത്തിപ്പെടുത്തുക. ആരാണ് അവരെ സംരക്ഷിക്കാനുള്ളത്? അതെനിക്ക് നേരത്തെ അറിയാവുന്ന. ഞങ്ങൾക്കെതിരായിട്ട് ഇങ്ങനെ ഞങ്ങൾ പോലും അറിയാത്ത സംഭവങ്ങൾ ഓരോ ദിവസവും പറഞ്ഞ് ഓരോ വീഡിയോ ഇട്ട് ഞങ്ങളെ അപകീർത്തിപ്പെടുവാണ്. ഇത്ര കലക്കൻ ഒരാങ്ങള ലോകത്തുണ്ടാവില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേല, ജീവിക്കണം മരിക്കണം എന്നറിയാൻ മേലാത്ത ഒരവസ്ഥയായതുകൊണ്ട് ഞങ്ങൾ പെട്ടുപോയി. ഇത്ര ആയ സ്ഥിതിക്ക് സത്യാവസ്ഥ തുറന്നു പറയാൻ ഞാൻ നിർബന്ധിതനാണ്. സംഭവം പറഞ്ഞാൽ അവന് പൈസ വേണം. അതായത് ഭാര്യയുടെ കൂടെ വെളിയിൽ പോകണം. വെളിയിൽ പോകാനായിട്ട് പൈസ വേണം. അതിൽ എൻ്റെ ഗോൾഡിൽ നല്ല നോട്ടം ഉണ്ടായിരുന്നു. കൈ നിറയെ ഇങ്ങനെ വള ഇട്ടുകൊണ്ട് നടക്കുന്നതേ ഭയങ്കര ബോറാ. ഈ പുതിയ പിള്ളേരെ കണ്ടിട്ടില്ലേ, കഴുത്തിൽ സ്ലീക്ക് ആയിട്ടൊരു ചെയിൻ മാത്രമേ കാണൂ. വിഷയം എന്ന് വെച്ചാൽ ഒരു ദിവസം അമ്മയടുത്ത് ഭയങ്കരമായിട്ടും കൺവീൻസ് ചെയ്ത് പറഞ്ഞ് ബാങ്കിലിരിക്കുന്ന ഗോൾഡ് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ചെറിയൊരു എമൗണ്ടേ കോമ്പൻസേഷൻ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അത് അവൻ വിറ്റിട്ട് അവനും വൈഫും കൂടെ വെളിയിൽ പോകുമെന്ന് പറഞ്ഞു. ഗുരുവായൂരപ്പന്റെ കൃപ കൊണ്ട് അതേതായാലും സാധിച്ചു. എല്ലിന്റെ ഇടയിൽ വറ്റ് കുത്തിയിട്ട് തന്നെ അല്ലാണ്ടെന്താ പറയാ. അമ്മ പറഞ്ഞ് പറ്റത്തില്ല, അത് അവളുടെ ആണ്, എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങളുണ്ടാക്കി എൻ്റെ ഓരോരോ സാധനങ്ങൾ വെച്ച് നശിപ്പിച്ചു തുടങ്ങി. പറഞ്ഞു വരുമ്പോ നാറാണത്തെ പ്രാന്തൻ വകയിൽ അവന്റെ ഒരു അമ്മാവനായിട്ട് വരും. അപ്പൊ ഇന്നേ വരെ ഞാൻ കണ്ട ഒരാളല്ല എന്നെനിക്ക് മനസ്സിലായി. നല്ല പണക്കൊതിയനൊരു മൂരാച്ചി. അല്ല, അവൻ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി സംഗതി പുകയാണെന്ന്. എൻ്റെ അടുത്ത് ഈ പറഞ്ഞ കണക്ക് ഭയങ്കര വാഗ്ദാനങ്ങളൊക്കെ തന്നാണ് ഈ പറയുന്ന ഇവന്റെ കമ്പനിയിലോട്ട് എന്നെ കൊണ്ടുപോയത്. ഞാൻ കുറെ വെയിലും മഴയൊക്കെ നനഞ്ഞിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞേക്കാം, വർക്കിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. തനിക്ക് നാണമില്ലേ പെങ്കൊച്ചുങ്ങളെ എങ്ങനെ ശല്യപ്പെടുത്താൻ? ഇവൻ എന്തോ ഒക്കെ വേണോന്ന് ആഗ്രഹിച്ചിരുന്നു, അത് കിട്ടിയില്ല. പിന്നെ ഈ പറഞ്ഞ കണക്ക് അതിന്റെ പേരിൽ പ്രശ്നങ്ങളായി. ചിലരുടെ പ്രശ്നങ്ങൾ സോൾവ് അല്ലെങ്കിൽ തന്നെ ഈ നാട്ടില് ആവശ്യത്തിന് പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ട്. ഓരോരോ പ്രശ്നം ഉണ്ടാക്കി ഇവൻ വിറ്റിട്ട് ബാക്കി ഗോൾഡ് ഇവന്റെ കയ്യിൽ വെച്ച് ഇവൻ ഭീഷണിപ്പെടുത്തി തരാൻ പറ്റില്ല എന്നുള്ള രീതിക്ക് വരെ. നല്ലൊരു നാളേക്ക് വേണ്ടി ചെറിയ ചില ത്യാഗങ്ങളൊക്കെ സഹിച്ചേ പറ്റൂ അല്ലേ? മാങ്ങാ തൊലി ഇങ്ങനെ നക്കി തിന്നത് അധ്വാനിച്ച് ജീവിക്കണ. എന്റെ മുഖത്തിട്ട് കറക്റ്റ് 4 വട്ടം അടിച്ച്. എന്നിട്ട് എന്റെ മുടിയെ കുത്തിപ്പിടിച്ച് കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ചോണ്ടിരിക്കുവായിരുന്നു. നിന്നെ വേദന അനുഭവിപ്പിക്കാന്നുള്ളത് എന്റെ ഒരു ആവശ്യമായിരുന്നു. ബിക്കോസ് ഐ ആം എ സാഡിസ്റ്റ്. ചെറ്റത്തരം പറയണ. ഇവന്റെ വൈഫ് ഇതൊക്കെ കണ്ടവിടെ നിന്ന് നാട്ടുകാർ ഓടി വന്ന് ഗേറ്റ് തുറന്ന് അകത്ത് കയറാറായ സമയമാണ് അവളി എന്നിട്ട് പറഞ്ഞത് കിച്ചു വിടറ നാട്ടുകാർ വന്ന് സീനാന്ന്. അതുവരെ കണ്ട് ചിരിച്ചോണ്ട് നിന്ന ആളാ. ചരട് വരിയിൽ ഞാൻ പണ്ടേ ഒരു ചാണക്യനാണ്. കൃത്യസമയത്ത് ഞാൻ പറഞ്ഞതുപോലെ നീ അങ്ങ് ചെയ്താൽ മതി. നീ അവളോട് എന്ത് തെമ്മാടിത്തരാ കാണിച്ചേ? അവളെന്താ കരഞ്ഞോണ്ട് പോന്നെ? സ്നേഹിക്കേണ്ട ആങ്ങളെ നല്ല ഏട്ടാ. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് നിനക്ക് വേറെ വല്ല ജോലിക്കും പൊക്കൂടെന്ന്. സത്യമാണ്. എനിക്കൊരു കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചാൽ എവിടെയെങ്കിലും എസ് റൂമിൽ കയറുന്ന ജോലിയാണ്. ഞാൻ അതിനു പോലും പോകാണ്ട് ഇവൻ്റെ കൂടെ കറക്റ്റ് 2 വർഷത്തോളം പോയി പണിയെടുത്ത് കൊടുത്തു. സത്യം പറഞ്ഞാൽ ഒരു ദിവസം പോലും മനസമാധാനത്തോടെ ജോലി ചെയ്യാൻ ഇയാൾ എന്നെ അനുവദിച്ചില്ല. ആ പണിയെടുത്ത് കൊടുത്തതിൻ്റെ അതും എനിക്ക് എത്ര രൂപ തരുന്നതെന്നറിയാവോ? ഒരു വാട്ടർ ടാങ്ക് ത്രൂ ഔട്ട് അവൻ വാട്ടർ ടാങ്കിൽ കയറി ചെയ്തിറങ്ങി അതിൻ്റെ സാധനങ്ങൾ ഇവരുടെ ഡ്രസ്സ് മാറാൻ പോകുമ്പം ആ ബക്കറ്റ് സാധനങ്ങളൊക്കെ കഴുകി വെച്ചാൽ തരുന്നേ 200 രൂപ. ഇവൻ മഹാ തെണ്ടി തന്നെ. അതിന് വേണ്ടിയിട്ട് ഞാൻ പോയി പണിയെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ ഊഹിക്കാലോ എനിക്ക് ആ ചേട്ടനോടുള്ള കമ്മിറ്റ്മെന്റ് വെച്ചിട്ടാ. മനുഷ്യത്വം തൊട്ട് തെറിച്ചിട്ടില്ലാത്തൊരു മൃഗം. ദൈവം ഒരാള് മുകളിലുണ്ട്. ഇതിന് നീ അനുഭവിച്ചില്ലെങ്കിൽ എനിക്ക് വേണ്ടി ഞാനാണ് ആദ്യമൊക്കെ വീഡിയോ എടുത്തു കൊടുത്തത് ഒക്കെ. എന്നെ ഇപ്പം അവന് പൈസക്ക് വേണ്ടിട്ടോ കണ്ടന്റിന് വേണ്ടിട്ടോ ഇത്രയും മോശക്കാരിയൊക്കെ ചിത്രീകരിക്കാവോ? ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കാട്ടുകളെ ഇവന് ഭയങ്കര വായ്ത്താളോ. അവിടെ വന്ന് കിടന്ന് ഭയങ്കരമായിട്ടും വായ്ത്താളം അടിക്കും. നമുക്കറിയാവുന്ന മാർഗങ്ങൾ ഇതൊക്കെയല്ലേ ഉള്ളൂ. നീ കൂടുതൽ കോനായിരിക്കണ്ട. ഈ പറയുന്ന എൻ്റെ കയ്യിൽ പ്രൂഫ് ഉണ്ടായിട്ട് പോലും എനിക്ക് റീച്ച് ഉണ്ടാക്കാനാണ് എനിക്ക് ഇതിനു മുന്നേ ചെയ്തുകൂടായിരുന്നു. ഇത്രയും കാലം ഞാൻ സഹിച്ചതാ, ക്ഷമിച്ചതാ, ഈ വീട് സമാധാനം കിട്ടാൻ വേണ്ടി മാത്രം. കാര്യങ്ങൾ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് നമ്മൾ പുറകോട്ട് പോകരുത്. അത് ശത്രുവിന്റെ ബലം കൂട്ടും. നമ്മളും ധൈര്യപൂർവ്വം നിന്ന് അവന്മാര് പതറും പിന്മാറും.